കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയാലും മന്നെക്കുറിച്ച് ചങ്ങായിമാരുണ്ട് എനിക്ക്. മന്ന ഏരിയയിൽ, വളവട്ടണം മന്ന ഏരിയയിൽ. അപ്പം അവിടെ ഇങ്ങനെ പണ്ട് ഫുട്ബോളെല്ലാം കളിച്ചിട്ടുള്ള പരിചയമാണ്. അപ്പം പുതിയടുത്ത് അവിടെയാണ് ഖബർസ്ഥാൻ ഉള്ളത്. പുതിയൊരു ഭാഗത്തുള്ള എല്ലാവരും ഖബർസ്ഥാനും അവിടെയാണ് ഉള്ളത്. അപ്പം നമ്മളിങ്ങനെ അവിടെ ഇരിക്കുമ്പം ഒരു പെണ്ണുങ്ങൾ ഡെയിലി വന്നിട്ട് ഒരു മതിലിൻ്റെ അടുത്ത് വന്നിട്ട്, ആ ഖബർസ്ഥാൻ്റെ മതിലിൻ്റെ അടുത്ത് വന്നിട്ട് കരയും. അപ്പം ഞാൻ മൻസൂർ എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങയുണ്ട്. മൻസൂറിനോട് ചെന്താ മൻസൂർ ഇത് ഇങ്ങനെ. അപ്പോൾ എന്നോട് പറഞ്ഞു, റിനു, ആ പെണ്ണുങ്ങളെ ഭർത്താവിൻ്റെ മൃതശരീരം അല്ലെങ്കിൽ മയ്യത്താടെയെന്ന് കവറടിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാവല്ലേ പെണ്ണുങ്ങൾ ഇത്ര വിഷമിക്കുന്നുണ്ടാവും. മൻസൂർ പറഞ്ഞു, യാ റബ്ബെ, ആ പാവം ഭർത്താവ് അനുഭവിച്ചതിൻ്റെ അത്ര ഒരാളും അനുഭവിച്ചിട്ടുണ്ടായില്ല. ജീവിച്ചിരിക്കുന്ന ടൈമിൽ ഒരു മനസ്സമാധാനം കൊടുക്കാത്ത ഒരു പെണ്ണുങ്ങളേനും അത് ഇപ്പം മരിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞു. സത്യമാണ് മൻസൂർ പറഞ്ഞത്, കറക്റ്റല്ലേ? അതായത് നമ്മൾ ജീവിക്കുമ്പം കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി, റെസ്പെക്റ്റ്, അത് മരിച്ചു കഴിഞ്ഞിട്ട് എന്തിനാ ഒരു യാസീൻ ഓതുന്ന എല്ലാവരും അല്ലെങ്കിൽ ഖബറിലേക്ക് ദുആ ചെയ്യുന്നു. ജീവിച്ചിരിക്കുമ്പം നിങ്ങൾ ആ ഒരു വ്യക്തിനെ വല്ലാണ്ടങ്ങ് ഉപദ്രവിക്കുക, ഇല്ലാത്തത് പറയുക, പരദൂഷണം പറഞ്ഞുണ്ടാക്കുക. എന്നിട്ട് മരിച്ചു കഴിഞ്ഞാൽ പാവം നല്ലൊരു വ്യക്തിയായിരുന്നു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് ഈ ലോകത്തിലെ നടക്കുന്നത്. അപ്പം ഇപ്പോൾ ഇനി നോമ്പ് വരാൻ പോകുന്നുണ്ട്. റംസാൻ മാസത്തിൻ്റെ ഫസ്റ്റ് തന്നെ സ്റ്റാറ്റസ് എല്ലാം കാണാം, വാട്സപ്പിലും ഇൻസ്റ്റയിലെല്ലാം. ഞാൻ എല്ലാവരോടും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം. നീ എന്തിനാ തെറ്റ് ചെയ്യുന്നത്? നിനക്ക് തെറ്റ് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്ത ആളോട് പോയിട്ട് മാപ്പ് ചോദിക്ക്. ആ ടൈമിൽ, ആ മൊമെൻറ്റിൽ അയാൾ വേദനിച്ചത്ര എനിക്ക് വേദനിക്കാൻ പറ്റുമോ? ഇല്ല. വെറുതെ ഒരു മാപ്പും സ്റ്റാറ്റസ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. ഒരാളെയും വിഷമിപ്പിക്കാണ്ടിക്ക്. അല്ലാണ്ട് കുറേ സ്റ്റാറ്റസും മരിച്ചു കഴിഞ്ഞതിന് ശേഷം യാസീൻ ഓതിയിട്ടും മറ്റേ മയ്യത്തിൻ്റെ അടുത്ത് പോയിട്ട് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ജീവിച്ചിരിപ്പിക്കുമ്പം കുറച്ച് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ആ ഒരു നിലവാരം കൊടുക്കുക. നമ്മളും മനുഷ്യരാ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.